വശത്താക്കി നമ്മുടെ സെന്ററിലോട്ടൊന്ന് ക്യാൻവാസ് ചെയ്യും. ആദ്യം അവരെ വെച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അവരാകുമ്പോ ഈ തീറ്റ നിന്ന് പരിചയം ഉണ്ടല്ലോ, അലമ്പുണ്ടാക്കൂല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞൊന്ന് റെഡിയാക്കുന്നവരെയും നീ ഒന്ന് കൂടെ നിൽക്ക്. ഇവിടെ ആര് വന്നാലും ക്യാൻവാസ് ചെയ്ത് നമുക്ക് വേറെ സ്ഥലം ഉണ്ടെന്നൊന്ന് പറയും. ഇതൊക്കെ കെട്ടിട മനസ്സിലുള്ള കാര്യല്ലേ? അപ്പൊ നോക്ക്, ഞാൻ പോട്ടലോടെ അന്വേഷിക്കും. ഒന്ന് പോയി ഇയാളിപ്പോടെ അന്വേഷിക്കണ്ടോ? ഞാൻ പോണു. നീ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ തോന്നണം, അല്ലാതെ എനിക്ക് മുതലായിട്ടല്ല. എന്നിട്ട് ആ ഒരു കാര്യം ചെയ്ത് എന്റെ പോസ്റ്റിൽ ഇരുന്നോ, എന്നിട്ട് ഞാൻ തക്കെടുത്തിട്ട് ആ ലാഭൊക്കെ അങ്ങോട്ട് വയ്ക്കും. എന്തിനാ പറയണേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. അയാൾക്ക് കുഴപ്പമില്ല, തനിക്കുണ്ടോ? സുഖരുന്നുണ്ടോ? എന്താ നിങ്ങക്ക് അതെ ഇല്ല, അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, തനിക്ക് മാത്രമാണ് കുഴപ്പം. അവർക്കൊക്കെ കുഴപ്പമുണ്ട്, അവരത് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് പറയുന്നത് ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങളുടെ ആരെയും തറവാട്ട് സ്വത്തൊന്നും ഇവിടെ മേടിച്ചു വെച്ചിട്ടില്ല. നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ വന്ന് കയറിയ ആൾക്കാരെ ഞാൻ എനിക്ക് പറ്റണ രീതിയിലൊക്കെ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ഹലോ, ചിത്തിര പ്രിന്റേഴ്സ് അല്ലേ? ആ, പ്രകാശ് ചേട്ടാ ഭാര്യയാണ്. അതെ, നമുക്കൊരു 2000 റെസീറ്റും കൂടി വേണമല്ലോ അടിയന്തരമായിട്ട്. അല്ല, വ്യത്യാസമൊന്നും വേണ്ട, ഈ അഡ്രസ്സിൽ തന്നെ, ആ പേര് തന്നെ. ആ, തിങ്കളാഴ്ച മതി. പൈസക്ക് ശീതളേട്ടനെ വിളിക്കണ്ട, ഞാൻ നേരിട്ട് തന്നോളാം, വാങ്ങുമ്പോൾ തന്നെ തന്നോളാം. കുറച്ച് ആളുകളെയും കൂടി കുറച്ച് ഏരിയയിൽ വിടാണ്ട്, അതാണ്. ശരി എന്നാ. ഈ ബുദ്ധി നേരത്തെ തോന്നിയെങ്കിൽ എന്നേ ഞാൻ രക്ഷപ്പെട്ടാനെ. ആദ്യം ഈ ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റ് അടിച്ചിട്ട് കുറെ പൈസ പിരിച്ചിട്ടൊന്ന് നേരെ നിൽക്കട്ടെ, വാടക എന്നിട്ട് എടുക്കാം. അതെ, ഇപ്പൊ 4 മണിക്ക് ചായ വന്നിട്ടില്ല. കട്ടൻ ചായ ആയിട്ട് ഇങ്ങോട്ട് വരണ്ട, പാല് പറഞ്ഞ ചായ ആണെങ്കിലും ഞങ്ങൾ കുടിക്കണല്ലോ. അതെ, പാലൊഴിച്ച ചായ ഒക്കെ തന്നിരുന്നു ഇവിടുന്ന് ഇല്ലേ? ഇവിടെ ഗതി കെട്ടത് കൊണ്ട് നിങ്ങളുടെ കൂടെ ഇനി പശുക്കളെയും കൂടി നോക്കാൻ പറ്റാത്തോണ്ടാണ് ഉണ്ടായിരുന്ന 2 പശുവിനെ ഞാൻ ഇവിടെ മനസ്സിലുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ കിടക്കാൻ സ്ഥലമായി എന്ന് വിചാരിച്ചോ? അല്ലാണ്ട് ഇനി പാലും ചായ ഒന്നും ചോദിക്കണ്ട, ഇവിടുന്ന് എന്താ കിട്ടണെന്ന് വെച്ചാൽ അതൊക്കെ തരും. അല്ലാണ്ട് എന്നോട് ചോദിക്കാനും തർക്കിക്കാനും നിൽക്കണ്ട. ചായ മതി ശീതള സാറേ. വെറുതെ മറ്റുള്ളവരെയും കൂടി തിരിക്കല്ലോ. അവരുടെ പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായി. തന്റെ പ്രശ്നം താൻ ഒതുക്കാൻ മതി. എന്താ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? 2 ആഴ്ച മുമ്പാണ് ആ റോട്ടറി ക്ലബ്ബുകാര് ഞങ്ങളെ കാണാൻ വന്നപ്പോ അവരുണ്ടാക്കി തന്ന ചിക്കൻ കറി കൂട്ടിയിട്ട് ചോറുണ്ട് കിട്ടിയില്ലേ? പക്ഷെ ഇപ്പൊ 2 ആഴ്ചയായിട്ട് ചിക്കനും മീനും ഒന്നുമില്ല, ഈ ചോറ് സാമ്പാറും മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. ഇയാള് എന്ത് ഭ്രാന്ത ഈ പറയണേ? ഇയാളുടെ ഭാര്യ വീട്ടിൽ വന്നിട്ട് ചോദിക്കണ മാതിരിയാണല്ലോ. ശീതള സാറേ, കുറച്ച് ഇറച്ചിച്ചോറ് കിട്ടിയാൽ നല്ലായിരുന്നു. എത്ര മര്യാദയിലോട്ടോ ചോദിക്കണം സത്യശീല. അത് അങ്ങനെ ചോദിക്കണോടത്തുണ്ടല്ലോ ഒരു മര്യാദ. നോക്കാം കേട്ടോ, നോക്കട്ടെ. അപ്പൊ ഞാനും ബഹളം ഉണ്ടാക്കണം. ഇല്ല, ഇറച്ചിച്ചോറ് തരാന്ന് പറഞ്ഞല്ലോ. എന്താണ് അതെ, ഒരു കാര്യണ്ട്. യൂട്യൂബ് ചാനലുകാർ വരുമ്പോ സത്യശീലനെ ആ പരിസരത്ത് കാണരുത്. അയാള് വലിയ പ്രശ്ന, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാനത് എങ്ങനെയെങ്കിലും അല്ലാതെ ഞാൻ നോക്കിയോളാം, എന്താ ഇവിടെ ചെയ്യാം. അത് നിങ്ങളും കൂടി അതിനൊപ്പം നിൽക്കണം. പ്യാരിനോടും ഒന്ന് പറയാം. പ്യാരി പോയോ? കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഇതെന്താ അവിടെ വന്നിക്കണേ? ചെറുപ്പക്കാരനല്ല, മഞ്ഞ് വീണ സമയമാണ്. അവിടെ അകത്ത് കയറിയിരിക്കേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിഷ് TV യൂട്യൂബ് ചാനലിന്റെ കാരുണ്യഹൃദയം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് സൗഹൃദം അഗതി മന്ദിരത്തിലാണ്. ഒരുപാട് പേര് സമൂഹത്തിന് ആർക്കും വേണ്ടാതെ വെറുക്കപ്പെട്ട, ഒറ്റപ്പെട്ടു പോയ, നിരാലംബരായിട്ടുള്ള ഒരുപാട് അഗതികൾ നമ്മുടെ ഈ മന്ദിരത്തിലുണ്ട്. ഒരുപക്ഷെ ദൈവത്തിന്റെ കൈ പൊതിച്ച വലിയൊരു മനുഷ്യനാണ് ശീതളൻ. ഇദ്ദേഹമാണ് ഇതിന്റെ എല്ലാം നടത്തിപ്പ്, ഒരു ജീവിതം. അതെ, ഇവരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു ജീവിതം തന്നെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച വലിയൊരു മനസ്സാണ് നിങ്ങളുടെ. ഒരുപാട് നന്ദിയുണ്ട് ഇവരെയൊക്കെ നോക്കാൻ കാണിക്കുന്ന വലിയ മനസ്സിന്. ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ? ഇവിടെ ഇപ്പോ ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഒരുപാട് നാളായിട്ട് നിൽക്കുന്ന അന്തേവാസികളാണ് ഇവരൊക്കെ. ഇതപ്പോ നമ്മുടെ മന്മഥൻ, സുഖതൻ, ഇവരൊക്കെ ഒരുപാട് നാളായിട്ട് ഇവിടെ ഉള്ളവരാ. അവരോട് തന്നെ നേരിട്ട് ചോദിച്ചോളൂ. തീർച്ചയായും. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഒരു ജന്മം തന്നെ ഈ പാവപ്പെട്ട വൃദ്ധന്മാർക്ക് വേണ്ടി സമർപ്പിച്ച നിങ്ങളോട് ഒരുപാട് അങ്ങനെ പറയരുത്. കാരണം ഞങ്ങൾ ഇവർ അന്തേവാസികളായിട്ടല്ല കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കളായിട്ട് തന്നെയാണ് അവരെ നമ്മൾ പരിപാലിച്ചു പോരുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണം,
ഇഷ്ടമുള്ളത് എന്തും നമ്മൾ ചെയ്തു കൊടുക്കും. ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് എനിക്ക് ഇവരെ തോന്നുന്നത്. അത്രയേറെ സ്നേഹത്തോടെ കരുതലോടെയാണ് എന്റെ അമ്മ പറയുന്നത്. അമ്മു. അല്ല, സാറ് പറഞ്ഞ പോലെ നമ്മളോട് ചോദിക്കണേക്കാളും നല്ലത് ഇവരോട് തന്നെ ചോദിക്കുന്നതാ. അതെ, തീർച്ചയായിട്ടും നമുക്ക് അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ്. ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഇവർക്ക് വേണ്ട കരുതൽ നൽകുക, മരുന്ന്, ഭക്ഷണം, ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന നമ്മുടെ സന്തോഷമാണോ? നല്ല സന്തോഷമുണ്ട് ഇവിടെ. ഹാപ്പിയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ ശീതള സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സ്നേഹമാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. ശീതള സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്, എൻ്റെ അമ്മയെ പോലെയാണ്, എൻ്റെ മോനെ പോലെയാണ്, എൻ്റെ കൂടപ്പറപ്പിനെ പോലെയാണ്, എൻ്റെ എല്ലാമാണ്. നമുക്ക് നല്ലപോലെ ഭക്ഷണം എല്ലാം തരും. ഇറച്ചിയും ചോറും ആഴ്ചയിൽ 3 ദിവസം തരാറുണ്ട്. ഉണ്ട് ഉണ്ട്. പറയണ്ട. ഇനി അടുത്ത് എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ശീതളം സാറിന്റെ ഈ സ്ഥാപനത്തിൽ തന്നെ ജനിക്കണമെന്നുള്ളതാണ് ഇത്തിരി അച്ഛന്റെ പേരെന്താ? സുഗതൻ. സുഗതൻ. എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങള്? ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷങ്ങളുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഞങ്ങൾ കുറെ ആർക്കും വേണ്ടാത്ത ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം, മന്മഥൻ പറഞ്ഞ പോലെ ഭക്ഷണം, താമസം. എന്റെ മക്കളെനിക്ക് ഭക്ഷണം തരാറില്ല, എന്റെ വീട്ടിലെ കിടത്താറില്ല, പട്ടിക്കൂട്ടിലാണ് കിടത്തിയിരുന്നത്. എനിക്ക് ഇവിടെ ഇപ്പോ ഞാനിവിടെ കിടക്കണ കാര്യം പറയുകയാണെങ്കിൽ നല്ല കാറ്റും വെളിച്ചൊക്കെ ആയിട്ട് ഒരു മേലെ കിടക്കാണ് ഞങ്ങളിവിടെ. സ്വർഗത്തിലാണല്ലേ? സ്വർഗം അപ്പുറത്തിരിക്കും. ഇവിടെ വന്നേ പിന്നെയാണ് ഒരുമ എന്താന്ന് ഞങ്ങള് പഠിച്ച. ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം, ഒരു കട്ടിലും കിടക്കാം. സന്തോഷം. ഈ അഗതി മന്ദിരത്തെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ കണ്ണ് നിറയാണ്. അത്രയേറെ സൗഹൃദവും കരുതലും സ്നേഹവും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇനിയിപ്പോ ഒരുപാട് പേരുണ്ട്, അവരുടെ എല്ലാ വിശേഷങ്ങളും അവരോട് ചോദിക്കാം. ആ പുള്ളിനോട് ചോദിക്കും, പുള്ളി നന്നായിട്ട് പറയും. പാട്ടൊക്കെ പാടും. എന്താ പേര്? ഷിഹാബി. അപ്പച്ചിക്ക് സുഖമല്ലേ? ഇവിടെ ഭക്ഷണത്തിന് ഭക്ഷണം, മരുന്നിന് മരുന്ന്. ഇന്നലെ തന്നെ എനിക്ക് സുഖമില്ലാഞ്ഞിട്ട് ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തി ചികിത്സിപ്പിച്ചു. ഇവിടെ ഉള്ളതല്ലോ, ശീതളൻ സാറിന്റെ കൂടെ വന്നല്ലേ? അതെ, ശീതളൻ സാറിനെ കുറിച്ച് നല്ലത് പറയാനായിട്ട് പൈസ കൊടുത്ത് കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ പോലെ, ഒരു സ്റ്റാർ ഹോട്ടലിൽ കഴിയുന്ന പോലെ. ഇപ്പൊ ഞാന് മക്കൾ ഇനി വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നു. ഇവിടെ തന്നെയാണ്. അത്ര ഇഷ്ടമായി. സ്വന്തം മക്കൾ വിളിച്ചാൽ പോലും പോകില്ല, ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കരുതൽ എത്രത്തോളം വലുതാണ്. ആ നന്മ മരമാണ് ഇവര്. അതെ, ഇവരെല്ലാവരും നമ്മ തുടങ്ങണ അഗതി മന്ദിരത്തിലോട്ട് ചൂണ്ടണം. അതിന്റെ ചുമതല നിനക്കാണ്. ചിരിച്ചു നിന്നു. അല്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സത്യശീല ഉണ്ടായിരുന്നു. സത്യശീലിനെ കാണല്ലേ ശീതള സാർ? സത്യശീലനെ പെട്ടെന്ന് ആള് ശരിയല്ലാത്ത, അല്ല ആൾക്ക് സുഖമില്ലാത്ത കാരണേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കും. ഒന്നുമില്ല, വയറുവേദന, ചെറിയൊരു വയറുവേദന. അതെ അതെ അതെ. അപ്പൊ നമുക്ക് എന്നാലേ പുറത്ത് കുറച്ചൊക്കെ ഒന്ന് പകർത്തേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ചുറ്റുപാട് ഈ സൗഹൃദം അഗതി മന്ദിരത്തിന്റെ പുറം കാഴ്ചകളിലേക്ക് എല്ലാവരും പോയി കിടന്നോളൂ കേട്ടോ. നമുക്ക് കിടക്കാം. പായസം കൊടുക്കും കേട്ടോ. തരും തരും പായസം കൊടുത്തു. ഇത് പായസത്തിനോട് പഴം ഉണ്ടാവണേ. നീയല്ലേ പറഞ്ഞു സമൂസന്ന്? ഇല്ലല്ല, പഫ്സ് എന്ന് പറഞ്ഞ പഫ്സ് എന്ന് പറഞ്ഞപ്പോ പായസായോ? പഫ്സ് മുട്ട പഫ്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു അസംതൃപ്തി ഇല്ല. എല്ലാവരും ഇഷ്ടം അനുസരിച്ചുള്ള കാര്യങ്ങൾ ശീതളൻ സാർ ചെയ്തു. എല്ലാം അറിയാൻ എല്ലാം ഭംഗിയായിട്ട് പോവാ, അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രേ. പിന്നെ കുറെ പേര് സഹായിക്കുന്നവരുണ്ട്. ഇപ്പോ നിങ്ങൾ ഇപ്പൊ ഈ ചാനലൊക്കെ ആയിട്ട് വരുമ്പോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് ഒരുപാട് പേര് ഇതൊക്കെ കാണുമല്ലോ. അല്ല, എല്ലാരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ എല്ലാവരുടെ മഹാമനസ്കരുടെ സംഭാവന കൊണ്ടാണ് ഇത് ഇത്രയും വൃത്തിയായിട്ട് നിലനിൽക്കുന്നത്. ഇത് ലോകം മുഴുവൻ അറിയണം. ഇവിടുത്തെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ അറിയാന്നുള്ളതാണ്. ഒരു മിനിറ്റ് അകത്തുനിന്ന് കുറ്റിയിട്ട് അടച്ചതാണ്. കുറ്റി അകത്തല്ലേ ഇരിക്കണത്. ഇത്
ഇതൊരു തട്ടിപ്പ് കേന്ദ്രം. അമ്മ ഗുളിക കൊടുത്തില്ലേ? സുഖമില്ലാത്ത ആളാണ്. അതെ അതെ, ചികിത്സ ഇല്ല ഇവിടെ, ഒന്നുമില്ല. ഇവിടെ നരകാണ്, നരകം. ഇവനീ പറഞ്ഞത് മുഴുവൻ നുണയായിരിക്കും. ഇത്തിരി പ്രശ്നമുള്ള ഒരാളാണ്. അതെ, മരുന്ന് കഴിച്ചില്ലേ? മരുന്ന് കഴിച്ചില്ലേ? എന്ത് മരുന്നാ ഇതേ? ശീതളേട്ടാ, ഷോക്ക് കൊടുക്കണത് മരുന്നിലൊന്നുമില്ല. ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ തട്ടിപ്പാണ്. സത്യശീല, ഒന്നുമില്ല, തനിക്കൊന്നുമില്ല, ഒന്നുമില്ല, പോയി കിടന്നോളൂ. അല്ല അതെന്താ ഭാഷ? അവര് കുഴപ്പമില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുവേ. അപ്പൊ ഈ റൂമില് അങ്ങനെ ഇരിച്ചേക്ക, ആരെങ്കിലും വന്ന അപ്പൊ കഴുത്തിന് കയറി പിടിക്കണേ. ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പുറത്തെ ആൾക്കാരുടെ വരും ഇങ്ങോട്ട് വന്നോളൂ. തുറക്ക്. ഞാൻ ആവശ്യത്തിന് പറഞ്ഞു. അതെ സാർമാരെ, സാർമാരെ, സാർമാരെ പോയാ? സാർമാരെ, എല്ലാത്തിനും കാലം കണക്ക് ചോദിക്കുന്നു പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിപ്പോ നേരിട്ട് കാണാൻ പറ്റി. എന്താപ്പോ ഉണ്ടായത്? അല്ല, എങ്ങനെയൊന്നും പറയേണ്ട ആളല്ലല്ലോ. എനിക്ക് 2 മക്കളാണല്ലോ സത്യ. അതെ, 2 ആള്. അത് മകൻ കുറച്ചു മുമ്പ് തന്നെ UK പോയി അവിടെ സെറ്റിലായല്ലോ. പിന്നെ രണ്ടാമത്തോള് അവളുടെ കല്യാണം കഴിഞ്ഞപ്പോ ആ ചെറുക്കൻ ജോലി ചെയ്യണത് അബുദാബിയിലാ. അപ്പൊ അവള് അവന്റെ കൂടെ അവിടെയും കൂടി. അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് പൈസ ഒക്കെ അയച്ചൊക്കെ തരാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ പൈസ ഇല്ല, ആൾക്കാരും ഇല്ല. അല്ല, അപ്പൊ സ്ഥാപനം അവിടെ ഇല്ലേ? നാട്ടുകാരൊക്കെ കുറച്ചു പേരൊക്കെ കൂടി ചേർന്ന് ഇത് ശരിയായിട്ടുള്ള ഒരു നടത്തിപ്പല്ല ഇവിടെ. പല പരാതികളും ഇവിടുന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേസാക്കി. അവരാ സ്ഥാപനം സീലും വെച്ചു, പൂട്ടി. അങ്ങനെ അത് പൂട്ടി. അത് പോയിന്ന് തന്നെയല്ല, എനിക്കും കേറി കിടക്കാൻ ഇപ്പൊ പാകല്ല. ആകെ എനിക്കുണ്ടായിരുന്ന സ്വത്തും കാര്യങ്ങളാണ് അത്. എനിക്ക് കേറി കിടക്കാൻ ഒരു സ്ഥലവും ഇല്ലാണ്ടായി. അവിടെ സീലും വെച്ച് പ്യാരിജാതെന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നല്ലോ, ഒരു തരികട. അവൻ ഒറ്റൊരുത്തനാണ് ഈ നാട്ടുകാരെ കൂട്ടി ഇവിടെ മോശം പ്രവർത്തനാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ഇത് പൊളിച്ചത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മന്മഥനും സുഗതനും ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഇവൻ കൊണ്ടുപോയി അങ്ങോട്ട് വലിച്ചു. അവനൊരു കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇവനൊരു ഓർഫനേജ് തുടങ്ങണമെന്ന് മുൻപേ അതിനു വേണ്ടി ചെയ്ത പണികളാ. അങ്ങനെയൊക്കെയാണ്. അവൻ അത് കോടികളുടെ സെറ്റപ്പ് അവൻ തുടങ്ങിയിട്ടുള്ള ഓർഫനേജ്. അവ അത് വലിയ നിലയിലായി. അവന് ഈ സാമൂഹിക പ്രവർത്തനത്തിനുള്ള ഒരു അവാർഡൊക്കെ സംഘടിപ്പിച്ചു അവൻ. എന്താ ചെയ്യേണ്ടതെന്നൊരു നിവൃത്തി ഇല്ലാണ്ടായപ്പോഴാ ഞാൻ ഇവിടെ വന്ന് കൂടിയത്. എന്തായാലും ശീതള സാറേ, ഇവിടെ വന്നു പെട്ടത് നന്നായി. ഇവിടെ വളരെ നല്ലതാ. നല്ല ആൾക്കാര്, നല്ല ഭക്ഷണം, നല്ല സ്നേഹം. എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ അവരെ ഒക്കെപ്പാട് എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോകും. നല്ല ചികിത്സയും മനസ്സമാധാനമാണല്ലോ പ്രധാനം. അത് ഇവിടെ ഉണ്ട്. അത് ഇവിടെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, നിങ്ങളൊരു സംഗതി നടത്തിയായിരുന്നല്ലോ, അതുപോലെ അല്ല. എന്തായാലും ഞാൻ അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് തന്നെയാ ഇവിടേക്ക് വന്നത്. നിങ്ങൾക്കിപ്പോ ചോദിച്ചറിഞ്ഞിട്ട് വരാനേ ഇതുപോലെ നല്ല മനോഹരായിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായി. ഞങ്ങൾക്കൊന്നും പക്ഷെ അന്ന് അത് നടന്നില്ല. എത്രയോ പാവങ്ങള് കറങ്ങി തിരിഞ്ഞ് അവിടെ വന്നു വിട്ട് ഗതി കെട്ടു. എന്തായാലും ശീതളൻ ഇവിടെ വന്നു പെട്ടത് നന്നായി. മായം